സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഊഹക്കാർക്കും അപോഹക്കാർക്കും പിരിയാം. അടുത്ത മഴയ്ക്ക് മുമ്പേ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാൻ പഴങ്കഥയാക്കുന്നു. പുറത്താരും കുറ്റക്കാരില്ലെന്ന്. അദ്ദേഹം മരിച്ചത് ഹെലികോപ്റ്റർ തകർന്നാണെന്ന് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ശരിയായ ദിശയിൽ പോയിരുന്ന ഹെലികോപ്റ്റർ തകർന്നത് യാദൃശ്ചികമെന്നും വെടിയേറ്റോ മറ്റു ബാഹ്യ ഇടപെടലുകളോ അല്ലെന്നും ഇതാണ് ഇറാൻ സായുധ സേനാ വിഭാഗം ആദ്യ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായി പുറത്തുവിട്ടിരിക്കുന്ന വിവരം. നാളെ ഇതിന് വിരുദ്ധമായൊരു റിപ്പോർട്ട് വന്നുകൂടായികയില്ല. എങ്കിലും അത് പശു ചത്തു മോരിലെ പുളിയും പോയതിനു ശേഷമല്ലാതെ സംഭവിക്കാൻ സാധ്യത കുറയും. അങ്ങനെ സംഭവിക്കുന്നത് വരെ അധ്യായം അടഞ്ഞു അല്ല അടച്ചു എന്ന് കരുതാം. എന്താണ് ഇതിനർത്ഥം? അപകടം അട്ടിമറിയല്ല, യാദൃശികം മാത്രമെന്നോ? ആകാം. അട്ടിമറിയാകണമെന്ന് പ്രകൃതി നിയമത്തിൽ ഇല്ലല്ലോ. അട്ടിമറി അല്ലെന്ന് വന്നാൽ പിന്നെ കൂടുതൽ ചോദ്യങ്ങളില്ല. പക്ഷേ അപകടം അട്ടിമറിയാകരുത് എന്നും നിയമമില്ല. ഒരു വേള അങ്ങനെയായാലോ? അട്ടിമറിയാണെങ്കിൽ ഇറാൻ അത് മറച്ചു വയ്ക്കേണ്ടതുണ്ടോ? ഉണ്ട്. അട്ടിമറി സമ്മതിച്ചാൽ ഇറാൻ പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും. ഒന്നും സുഖകരമല്ല, ഉത്തരിക്കുക എളുപ്പവുമല്ല. ആര് എന്ന ചോദ്യം തന്നെ എടുക്കാം. ഊഹവും അപോഹവും മുൻകൂർ തയ്യാറാക്കി ഊഹാപോഹങ്ങളാക്കി വിതരണം ചെയ്യാൻ തിടുക്കപ്പെട്ട മാധ്യമങ്ങൾ ചത്ത കീചകനെ കൊന്നത് ഭീമനായ ഇസ്രായേലാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറ്റു ചിലർ ചൈനയെ പഴിക്കുന്നു. ചിലർക്ക് പ്രതികൾ വേറെയുമുണ്ട്. അട്ടിമറി എന്ന് വന്നാൽ ഉത്തരവാദിയെ കണ്ടെത്തണം, ചൂണ്ടിക്കാട്ടണം. ഇല്ലെങ്കിൽ അത് കനത്ത പരാജയമാകും. ലോകത്തിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും. ഉത്തരവാദിയെ കണ്ടെത്തി ചൂണ്ടിക്കാട്ടേണ്ടി വന്നാലോ? അപ്പോഴും പ്രശ്നം. മറ്റാരെയും ആക്രമിക്കുന്നത് പോലെയല്ല ഭരണതലവനെ ആക്രമിക്കുന്നത്. അദ്ദേഹത്തെ മറ്റൊരു രാഷ്ട്രം അപായപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. അങ്ങനെ യുദ്ധപ്രഖ്യാപനം ഉണ്ടായി എന്ന് അംഗീകരിച്ചിട്ട് ഇറാനെ വെറുതെ ഇരിക്കാൻ കഴിയുമോ? നാണക്കേട് മുതൽ എന്തെല്ലാം കെടുതികളാണ് അതിന്റെ ഫലം. ലോകത്തെയോ സ്വന്തം ജനങ്ങളെയോ നേരിടാൻ കഴിയുമോ? ഇസ്രയേലോ ചൈനയോ മറ്റോ ആണ് ഉത്തരവാദി എന്ന് സങ്കല്പിച്ചാൽ യുദ്ധം കൊണ്ട് തിരിച്ചടിക്കാൻ അത്ര വേഗം കഴിയുന്ന പ്രായോഗിക സാഹചര്യമാണോ ഇറാന്റെ മുമ്പിലുള്ളത്? തീർച്ചയായും അല്ല. മൗനം തന്നെയാണ് ഇറാന് തൽക്കാലം സൗകര്യപ്രദമായ പോംവഴി. അതൊരു കയ്പുനീരായാലും അധികാരികളുടെ ഇരിപ്പിടം ഭദ്രമാകും. അല്ലെങ്കിൽ തന്നെ ഭരണതലവനെ ആക്രമിക്കുക എന്ന ഫലശൂന്യവും ദോഷകരവുമായ നീക്കത്തിന് മുതിരുന്ന ശൈലിയല്ല സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെത്. പശ്ചിമേഷ്യൻ സാഹചര്യം കണ്ട് ഊഹാപോഹങ്ങൾ ചമയ്ക്കുന്ന മാധ്യമങ്ങളുടെ തലച്ചോറല്ല ഇസ്രായേൽ എന്ന പ്രതിഭാരാഷ്ട്രത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരമൊന്ന് പ്രതീക്ഷിക്കുന്നതല്ല. യുക്തിപരം വിചിത്രമായവ സംഭവിച്ചു കൂടാ എന്നില്ലെങ്കിലും അവഗണിച്ചു കൂടാത്ത മറ്റൊരു സാധ്യത ഇനിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഇറാനിലെ തന്നെ അധികാരക്കളി. ഓർക്കണം, ആയത്തുള്ള ഖമനേനിയുടെ പിൻഗാമിയാകാൻ പോകുന്ന വിധം ഇബ്രാഹിം റൈസി ശക്തിപ്പെട്ടു വന്ന സമയമാണിത്. ആ സ്ഥാനത്തിന് നോട്ടമിടുന്ന ഖമനേയി പുത്രനും വൈസ് പ്രസിഡന്റും ഒക്കെ ഇറാനിൽ തന്നെയുണ്ട്. അവരാരെങ്കിലും ഉൾപ്പെട്ടതാണ് അട്ടിമറി എന്ന് സങ്കല്പിച്ചാൽ സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ച് ഇറാന്റെ ഇന്നത്തെ ആഭ്യന്തര രാജ്യാന്തര വെല്ലുവിളികളുടെ സമയത്ത്. ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന പേരു കേട്ട ഇബ്രാഹിം റൈസി കാലയവനികൾക്കുള്ളിലായി. 10,000-ങ്ങൾക്ക് റൈസി മരണം നൽകിയതും നിഷ്ഠൂര ഭരണം നടത്തിയതും ജനങ്ങളെ പീഡിപ്പിച്ചതും ദ്രോഹിച്ചതുമൊക്കെ ആയത്തുള്ളമാരുടെ ഇംഗിതം കാത്തുകൊണ്ടു തന്നെയായിരുന്നു.
എങ്കിലും വെറുപ്പോടെ ജനങ്ങൾ മരണം ആഘോഷിച്ച റൈസിക്ക് വേണ്ടി ഇനി തീരുമാനങ്ങൾ എടുക്കാൻ ഇറാൻ നേതൃത്വം തയ്യാറാകുമോ? റൈസി തനിക്ക് അർഹതപ്പെട്ട വിധത്തിൽ അർഹതപ്പെട്ടിടത്തേക്ക് പോയി എന്നു കരുതി ആ ഓർമ്മ ജനങ്ങളിൽ നിന്നും മാഞ്ഞു പോകാൻ വിട്ട് സ്വന്തം കൈകൾ ഭദ്രമാക്കാനല്ലാതെ ഇറാന്റെ അവശേഷിക്കുന്ന നേതൃത്വം മറ്റൊരു നീക്കത്തിന് തയ്യാറാകുമെന്ന് കരുതുക വയ്യ. ഇളകിത്തുടങ്ങിയ ജനങ്ങളെ ഹെലികോപ്റ്റർ ദുരന്തം റൈസിക്ക് കിട്ടിയ അർഹിക്കുന്ന പ്രതിഫലമെന്ന നിഗമനത്തോടെ ശാന്തരാകാൻ വിടുന്നതാണ് ബുദ്ധിപരമെന്ന് ഇറാന്റെ നേതൃത്വം ചിന്തിച്ചുകൂടായികയില്ല. വൈകാരികതയാലോ പൊടുന്നനെയോ രൂപപ്പെടുന്ന സാഹചര്യത്തിലെ മറ്റൊരു ദിശയിൽ ഇറാൻ പ്രതികരിക്കാനിടയുള്ളൂ. ഇത് പറയുമ്പോഴും യാദൃശ്ചിക നയതന്ത്ര കെടുതികൾ അസാധ്യമല്ലെന്ന് വരുന്നില്ല. ഇറാൻ ഏതു നിഗമനത്തിലെത്തിയാലും ഇബ്രാഹിം റൈസിയുടെ മരണം മനുഷ്യാതീതമായി അനുവദിക്കപ്പെട്ടു എന്നതാണ് ഏറെ പേരുടെയും നിഗമനം. എപ്പോഴാണൊരു വ്യക്തിയുടെ മരണം അനുവദിക്കപ്പെടുന്നത്? ദൈവം മരണം സൃഷ്ടിച്ചില്ലെന്നും സൃഷ്ടികളുടെ മരണത്തിൽ സന്തോഷിക്കുന്നില്ലെന്നും മരണത്തിന്റെ കാരണം പിശാചിന്റെ അസൂയയാണെന്നും ജ്ഞാനത്തിന്റെ തിരുവചനം പറയുന്നു. അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത് ഇതാകാം: വ്യക്തിക്കും വ്യക്തി വഴി സമസ്ത ലോകത്തിനുമുള്ള ഗുണസാധ്യത പരമാവധി ആയിരിക്കുമ്പോഴാകാം മരണം ദൈവം അനുവദിക്കുകയെന്ന്. മറിച്ച് വ്യക്തിക്കും വ്യക്തി വഴി ലോകത്തിനുമുള്ള ദ്രോഹ സാധ്യത ഏറ്റവും കുറഞ്ഞ അവസരം എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം സിദ്ധിക്കും. അതായത് ഇബ്രാഹിം റൈസിയുടെ ജീവിതം ഇവിടം വരെ മാത്രമാകുന്നതാണ് ലോകത്തിന് പരമാവധി നന്മയും ഏറ്റവും കുറച്ച് ദ്രോഹവുമെന്ന് അനുമാനിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ അനുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാനിലെ ജനങ്ങളിൽ ഏറിയ പങ്കും അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ റൈസി ഇതിനപ്പുറത്തേക്ക് ജീവിക്കേണ്ടതല്ല എന്ന് അവർ വിധിക്കുന്നു. എന്തുകൊണ്ട് എന്നതിന്റെ പൂർണ്ണ ഉത്തരം റൈസിക്ക് കിട്ടിയ വിശേഷണത്തിൽ ഉണ്ട്: ടെഹ്റാനിലെ ഖശാപ്പുകാരൻ. രാഷ്ട്രീയ എതിരാളികളെയും എല്ലാ വിഭാഗം പ്രക്ഷോഭകരെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ക്രൈസ്തവരെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടിയ റൈസിയുടെ അന്ത്യം ഉത്തമ നിമിഷത്തിലാണോ സംഭവിച്ചതെന്ന് അത്യുന്നതിന് മാത്രമേ അറിയൂ. പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇറാനിൽ നിശബ്ദം അതിവേഗം വളരുന്ന ക്രൈസ്തവികത വിദൂരത്തിലെങ്കിലും ഇറാനിലെ ജനതയുടെ വിമോചനത്തിന്റെ നേർത്ത പ്രതീക്ഷയാണ്. നിലവിൽ വന്ന് 40 വർഷത്തിനകം തകരുമെന്ന് പറഞ്ഞ ഇസ്ലാമിക ഭരണം ഇനിയും ഇളകിയിട്ടില്ല. എങ്കിലും അത് എക്കാലവും ഇങ്ങനെ തുടരുമെന്ന് കരുതേണ്ട. അമർത്തപ്പെട്ടെങ്കിലും ജനശക്തി ഒരിക്കൽ ഇളകി തുടങ്ങിയിരുന്നു. അതാണ് കരുത്തുള്ള യാഥാർത്ഥ്യം. നാമകരണത്തിന് ഇനി നാളുകൾ മാത്രം. സകല വിശുദ്ധരുടെയും ഗണത്തിൽ ന്യൂജനും കമ്പ്യൂട്ടർ പ്രേമിയുമായിരുന്ന ഇറ്റാലിയൻ കുമാരൻ കാർലോ അക്യൂട്ടിസും ഇടം പിടിക്കുകയാണ്. മാലാഖമാർക്ക് അസൂയ പാടുണ്ടെങ്കിൽ ഈശോയുടെ ശരീരം വിഭജിക്കുന്ന വൈദികനോട് അവർക്കത് തോന്നും എന്ന് പറഞ്ഞതുപോലെ മുതിർന്ന തലമുറയ്ക്ക് അസൂയ പാടുണ്ടെങ്കിൽ കാർലോയെ കുറിച്ചും തോന്നും. സമ്പന്നനും പരിഷ്കാരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അസാധ്യമാകുമെന്ന മുൻവിധിയെ അസാധുവാക്കിയാണ് മുതിർന്ന തലമുറയെ പിന്നിൽ വിട്ട് കാർലോ എന്ന 15കാരൻ ചാൾസ് സ്വർഗം സ്വന്തമാക്കിയത്. വൈദികനോ സന്യാസിയോ സന്യാസിനിയോ അല്ലാത്ത ടീഷർട്ടുകാരൻ ലാപ്ടോപ്പ് കുമാരൻ കാർലോ എങ്ങനെ വിശുദ്ധനായി? എന്താണ് കാർലോയുടെ പ്രത്യേകത? കാർലോയെ പോലെ നമ്മുടെ നാട്ടിലും കുഞ്ഞു കുമാരന്മാരും കുമാരിമാരും വിശുദ്ധിയുടെ ലോകത്തേക്ക് പോയത് കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങളിൽ കേരളത്തിലെ വിശ്വാസികൾ കണ്ടു. എന്നിരിക്കലും കാർലോയെ കുറിച്ച് നാം അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അവയിൽ ഏറ്റവും മുന്തിയത് കാർലോ കുമാരന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതാണ്: ഈശോ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ദിവ്യകാരുണ്യം എനിക്ക് ഹൈവേയും, ആ ഹൈവേയിലൂടെ നിത്യവും ഞെരുങ്ങി യാത്ര ചെയ്താണ്
കാർലോ വിശുദ്ധനായത്. മുടങ്ങാത്ത ദിവ്യബലി അർപ്പണം, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവയോടെ. കാർലോയുടെ ശ്രദ്ധേയമായ പ്രസിദ്ധ നടപടി സൈബറെടുത്ത് യേശുവിനായി ഒരു രാജ്യം സ്ഥാപിച്ചു എന്നതാണ്. ലോകമെങ്ങും നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വീഡിയോ ശേഖരം സജ്ജമാക്കി ഇന്റർനെറ്റിൽ സുവിശേഷവൽക്കരണത്തിന്റെ അനന്യമായൊരു ജാലകം തുറന്നു. അങ്ങനെ അനേകം ചെറുപ്പക്കാർക്ക് നാശത്തിന്റെ കാരണമായിരുന്ന ഇന്റർനെറ്റും സൈബറിടവും ലാപ്ടോപ്പും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കുമുള്ള ഉപാധിയാക്കി. കാർലോ അക്യൂട്ടീസിന്റെ വിശുദ്ധിയും വിശുദ്ധൻ എന്ന നാമകരണവും ഏറ്റവും ശക്തമായി സാക്ഷ്യപ്പെടുത്തുന്നത് ദിവ്യകാരുണ്യമായ തിരുവോസ്തിയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെയാണ്. കാർലോയെ യേശുവിനോട് ഒട്ടിച്ചു ചേർത്തത് കത്തോലിക്ക വൈദികർ വാഴ്ത്തിയ തിരുവോസ്തിയും വീഞ്ഞും യേശുവിന്റെ യഥാർത്ഥ ശരീരരക്തങ്ങളായി മാറുന്നു എന്ന സത്യം. തിരുവോസ്തി കേവലം അപ്പമെന്നും ദിവ്യകാരുണ്യ ഭക്തി വിഗ്രഹ ആരാധനയെന്നും പറയുന്നതിനെതിരെ ആൾ രൂപത്തിൽ സ്വർഗത്തിന്റെ മറുപടി. കാർലോയെ കുറിച്ച് പലർക്കുമുള്ള ധാരണയ്ക്ക് തിരുത്തൽ ആവശ്യമുണ്ട്. അടിപൊളി ന്യൂജൻ ചെറുപ്പക്കാരനായിരുന്നു എന്ന അതിവർണ്ണനയെ കുറിച്ചാണ് പറയുന്നത്. കാർലോ സമ്പന്ന കുമാരനായിരുന്നു. കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിരുന്നു. സൈക്കിൾ സവാരിയും പന്ത് കളിയും ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു. ടീഷർട്ടും കണ്ണടയും ധരിക്കുന്ന ആധുനികനായിരുന്നു. അടിപൊളി എന്ന് സാമാന്യമായി പറയുമ്പോൾ ആത്മപ്രേരിതമല്ലാത്ത വ്യക്തികളും ലോക ജീവിതത്തെ മാത്രം സംബന്ധിച്ച സന്തോഷവും രസവും ആസ്വദിക്കാനുള്ള തിടുക്കവും സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്ന മൊനാജീവിതവും ഒക്കെ പെടുമല്ലോ. കാർലോയുടെ കാര്യം അങ്ങനെയേ ആയിരുന്നില്ല. വില കൊടുത്തു തന്നെയാണ് കാർലോ വിശുദ്ധിയും ഈശോയെയും സ്വന്തമാക്കിയത്. ദൈവപിതാവ് അനുവദിച്ച ലൗകിക സന്തോഷങ്ങൾ അനുവദിക്കപ്പെട്ട രീതിയിൽ കാർലോ ആസ്വദിച്ചു. അതൊന്നും ഒരിക്കലും അടിച്ചു പൊളിക്കുന്ന ശൈലിയായിരുന്നില്ല. കാർലോ എങ്ങനെയാണ് വിശുദ്ധിക്ക് വില കൊടുത്തതെന്ന് അമ്മ അന്റോണിയോയുടെ വാക്കുകളിൽ നിന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാം. അവന് കുറവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ സ്വയം മനസ്സിലാക്കി അവയോട് മല്ലിട്ടാണ് വിജയം വരിച്ചത്. കമ്പ്യൂട്ടറിൽ പ്ലേസ്റ്റേഷൻ ഗെയിം കളിച്ചിരുന്നു. അത് ആത്മാവിന്റെ മേൽ ഭീകരാധിപത്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ഒരു ചട്ടം സ്വയം നടപ്പാക്കി. ഇത്തരം കാര്യങ്ങൾക്കായി കമ്പ്യൂട്ടറിൽ പരമാവധി 1 മണിക്കൂർ മാത്രം. ഭക്ഷണത്തോടുള്ള താല്പര്യം അമിതമെന്ന് തോന്നിയപ്പോൾ അതിലും നിയന്ത്രണം വെച്ചു. നന്നായി ആസ്വദിക്കും, പക്ഷേ നിശ്ചിത സമയത്തും രീതിയിലും മാത്രം എന്നാക്കി. ഏറെ സംസാരിക്കുന്ന ശീലം തിരുത്താൻ ടീച്ചർമാർ ശാസിച്ചിട്ടുണ്ട്. അവൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ കാര്യവും ഇതായിരുന്നു. കളിതമാശകളും കൂട്ടുകാരെ രസിപ്പിക്കലും അതിരു കടന്നെന്ന് തോന്നിയപ്പോൾ അതും നിയന്ത്രിച്ചു. കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും കാർലോയ്ക്ക് നല്ല ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഉറച്ച തീരുമാനത്തോടെ അവൻ പല വിധത്തിൽ സ്വയം തിരുത്തി. അവൻ പറയും, നമ്മൾക്ക് നമ്മുടെ ദുരാഗ്രഹങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 1000 യുദ്ധം ജയിച്ചാലും കാര്യമില്ല. ശരിക്കുള്ള യുദ്ധം നമ്മളോട് തന്നെയാണ്. കാർലോ ജീവിച്ചിരുന്നെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലുമൊന്നും കുടുങ്ങിക്കിടക്കുമായിരുന്നില്ല. അതൊക്കെ വെബ്സൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചേനെ. പ്രോഗ്രാമർ എന്ന നിലയിൽ അവൻ മിടുക്കനായിരുന്നു. അവന്റെ ആലോചന എപ്പോഴും ഇന്റർനെറ്റ് എങ്ങനെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാം എന്നായിരുന്നു. അമ്മ അന്റോണിയോ പറഞ്ഞ ഇക്കാര്യങ്ങളിൽ നിന്ന് കാർലോ വിശുദ്ധിക്കും സ്വർഗത്തിനു വേണ്ടി തന്നോട് തന്നെ നടത്തിയ പോരുകൾ ഗ്രഹിക്കാൻ കഴിയും. അടിപൊളി ശൈലിയുടെ ഉത്തരവാദിത്ത രാഹിത്യമല്ല, ആത്മീയ രക്ഷയ്ക്കായുള്ള കനത്ത കരുതലും ജാഗ്രതയും അധ്വാനവുമാണ് അതിലുള്ളത്. ലണ്ടനിലോ പാരീസിലോ ന്യൂയോർക്കിലോ ഹോങ്കോങ്ങിലോ ഒക്കെ ജനിച്ചു വളർന്ന കൗമാരക്കാർ കത്തോലിക്ക വിശ്വാസം പാലിക്കുമോ എന്ന സംശയത്തിനുള്ള ഉത്തരമാണ് കാർലോയുടെ ജീവിതം. കൗമാരമോഹങ്ങളും കുതൂഹലങ്ങളും ചാബല്യങ്ങളും നിയന്ത്രിക്കുന്ന പ്രായത്തിലാണ്
കാർലോ ദൈവസ്നേഹവും സഭാസ്നേഹവും ഏറ്റുപറഞ്ഞതും രോഗത്തെയും വേദനയെയും സഹനത്തെയും സ്വീകരിച്ചതും സൈബറിടത്ത് യേശുവിനായി രാജ്യം സ്ഥാപിച്ച് ലോകമെമ്പാടും അനേകരെ ഈശോയോട് അടുപ്പിച്ചതും സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയായിരുന്നു പുതിയ ഇടങ്ങളിലും പുതിയ രീതിയിലുമുള്ള ഈ ഇന്റർനെറ്റ് സുവിശേഷ പ്രഘോഷണം. കാർലോയുടെ അടിപൊളി ജീവിതം ശരാശരി കൗമാരക്കാരന്റെ അടിപൊളി ആയിരുന്നില്ല. പകരം വീടിന് സമീപമുള്ളവരെയും അനുദിന യാത്രയിൽ കണ്ടുമുട്ടിയവരെയും യേശുവിന്റെ സ്നേഹം ആവേശത്തോടും സന്തോഷത്തോടും കൂടി അറിയിക്കുന്ന അടിപൊളി ജീവിതമായിരുന്നു അത്. ചുറ്റുവട്ടത്തെ ജോലിക്കാരായ യൂറോപ്യരല്ലാത്ത ഇതര മതസ്ഥരോടും സ്നേഹവും അടുത്ത സൗഹൃദവും കാട്ടുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് സംഭാഷണവും നടത്തുന്ന അടിപൊളി ജീവിതം. പള്ളിയിൽ പോകുന്ന വഴി പാവങ്ങൾക്ക് ഉറക്കസഞ്ചി, സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിക്കൊടുക്കുകയും വീടില്ലാത്തവർക്ക് ഭക്ഷണത്തിനായി ആശ്രമത്തിൽ പണം എത്തിക്കുകയും ചെയ്ത അടിപൊളി ജീവിതം. ദൈവഭക്തിയും വിശ്വാസവും വിശുദ്ധിയും ആധുനിക കാലത്ത് ഭോഷത്വമാണെന്ന് പരിഹസിക്കുന്നവർക്കും ഇക്കാലയളവിൽ മക്കളോട് വിശ്വാസത്തെയും ജീവിത വിശുദ്ധിയെയും കുറിച്ച് പറയാൻ മടിക്കുന്നവർക്കും കൂടി ദൈവം സ്നേഹപൂർവ്വം കാട്ടിത്തരുന്ന കാഴ്ചയാണ് കാർലോയുടെ ജീവിതം. മുതിർന്നവർക്കും ആവേശം പകരുന്ന സാക്ഷ്യം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.